നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോമ്പുറക്കൊക്കെ പറ്റിയ അല്ലെങ്കിൽ ചപ്പാത്തിക്കും പത്തിരിക്കും പൊറോട്ടയ്ക്കൊക്കെ പറ്റിയ നല്ല ചാറോട് കൂടിയ മുട്ടക്കറി ആയിട്ടാണ്. വളരെ ഈസി റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 6 പുഴുങ്ങിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എത്ര വേണമെങ്കിലും കൂട്ടേ കുറയ്ക്കാൻ നമുക്ക് ചെയ്യാം. 2 ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഓരോ കുക്കർ അനുസരിച്ച് അതിൻ്റെ വേവുന്ന ടൈമിൽ വ്യത്യാസം വരും. മുട്ടക്കറിക്ക് ഉരുളക്കിഴങ്ങ് ചേർത്താൽ ടേസ്റ്റുമാണ്. ചാറിന് അതിൻ്റെ തിക്നെസ് കുറച്ച് കൂട്ടാനും പറ്റും നമുക്ക്. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയത് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് 1-ാം പാലും അധികം വെള്ളം ഒഴിക്കാതെ 2-ാം പാലും നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി ചീനിച്ചട്ടിയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി കനം കുറച്ച് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി തിന്നായിട്ട് അരിഞ്ഞത്, കുറച്ച് വേപ്പില ഇത് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള കുറച്ചുള്ള കാരണം പെട്ടെന്ന് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിക്കോളും. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒട്ടും എരിവില്ലാത്ത കാരണമാണ് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത്. അല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ മുളക് പൊടി 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോ മതിയാകും. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തേപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഉടയാതെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഉടയ്ക്കാതെ മാറ്റി വെച്ചിട്ട് ബാക്കി ഉടച്ചെടുത്താൽ മതി. ഇവിടെ മൊത്തം ഉടച്ച് വേണം എടുക്കാനായിട്ട്. അത് കാരണം ഞാൻ എല്ലാം ഒരുവിധം ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരപ്പോലെയൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടപ്പുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ആ പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ച കോഴിമുട്ടയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ പിഴിഞ്ഞ് വെച്ച 1-ാം പാലും 2-ാം പാലും ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തേങ്ങയിൽ നിന്ന് മാക്സിമം തേങ്ങാപ്പാൽ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ചാറോടുകൂടി വയ്ക്കണം. ഉരുളക്കിഴങ്ങ് ചേർത്തക്കണ കാരണം കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ചൂടാറുമ്പോൾ കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി ലൂസാക്കി എടുക്കാം. എന്നിട്ട് തിളക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടി ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.